സ്വാമി സച്ചിദാനന്ദ തത്സമയം ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശിവഗിരി മഠം പ്രസിഡന്റ് രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ കെ കുഞ്ഞിരാമൻ, മുൻ ഉദുമ MLA, അദ്ദേഹവും ഈ വിഷയത്തിൽ അഭിപ്രായം യേശുദാസിനോട് അനുകൂലിച്ചുകൊണ്ട് പങ്കുവച്ച ഒരാളാണ്. ആദ്യം ശ്രീ സ്വാമി സച്ചിദാനന്ദ, സമീപകാലത്തായി താങ്കൾ ഉന്നയിച്ച ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിപ്പോൾ ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ കയറുന്ന വിഷയം മുതൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളിൽ താങ്കൾ ഹിന്ദു സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ ചില ചിന്തകൾ മുന്നോട്ട് വെച്ച ഒരാൾ കൂടിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണോ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്കും പോകുന്നത്? ഞാൻ ഹിന്ദു സമുദായത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഹിന്ദു സമുദായത്തിൽ കാമ്യമായ പരിഷ്കരണങ്ങൾ ഉണ്ടാകണം. അത് എക്കാലവും ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻപ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആധ്യാത്മികമായ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ നിരവധി മഹാത്മാക്കൾ, ചട്ടമ്പി സ്വാമികളും അതുപോലെ വാഗ്ബടാനന്ദ ഗുരുദേവനും നിരവധി മഹാത്മാക്കൾ ഈ മത പരിഷ്കരണത്തിനു വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹിന്ദു മതത്തിൽ കാമ്യമായ പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുള്ളതും ആധുനിക കേരളം സൃഷ്ടമായിട്ടുള്ളതും. ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച നവോത്ഥാന പ്രക്രിയകളുടെ പിന്തുടർച്ചയാണ് ശിവഗിരിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ ഇനിയും നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ശിവഗിരി മഠം സംസാരിച്ചത്. അതിൽ ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, ആനയും വെടിക്കെട്ടും ഉത്സവ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അതുപോലെ ക്ഷേത്രങ്ങളിലെ ആചാരശുദ്ധിയും നിഷ്ഠയും പാണ്ഡിത്യവുമുള്ള ആളുകളെ ജാതി വ്യത്യാസം കൂടാതെ മേൽശാന്തിക്കാരായും തന്ത്രിമാരായും നിയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകേണ്ട പരിഷ്കാരം. അപ്പോൾ അവിടെ യേശുദാസ് എന്നുള്ള മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗാനം ചൊല്ലിയാണ് അവിടെ ഭഗവാനെ ഉണർത്തുന്നതും ഉറക്കുന്നതും. ഞാൻ ഗുരുവായൂർ ഒരു ദിവസം പോകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും ഇതുവരെയും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഈ കേരളം വിട്ടുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ക്ഷേത്രങ്ങളിലെ നവീനമായ പരിഷ്കൃതി സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ശബരിമലയിൽ ആ പരിഷ്കാരം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളീയമായ മറ്റു ക്ഷേത്രങ്ങളിലും ആ പരിഷ്കാരം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് വെച്ചാണ് ഞാൻ സംസാരിച്ചത്. അതല്ലാതെ ഹിന്ദുമതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഈ ഇത്തരം അഭിപ്രായങ്ങൾ താങ്കളെ പോലെ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ചർച്ച വേണം. അതിൽ പല നമ്മുടെ ആചാര കാര്യങ്ങളിലും മാറ്റം വന്നതുപോലെ ഒരു ഐക്യമുണ്ടായി. അതാത് സ്ഥലത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ, തന്ത്രിമാർ, ദേവസ്വം ബോർഡൊക്കെ തീരുമാനിച്ചു വേണം ഇത്തരം മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ. സമീപകാലത്തായി താങ്കൾ ഉയർത്തിയ പല വിഷയങ്ങളിലും ആ ഒരു സ്വീകരണം കിട്ടിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. നിരവധി വിഷയങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നില്ല. എന്താണ് അവിടെ നിലനിൽക്കുന്ന ആചാരം, അത് അതേപടി തുടരുകയാണ്. ഇവിടെയും ഇത്തരം ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ശക്തമായൊരു ഭാഗമാണല്ലോ. കാരണം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് വ്യക്തമായി തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആചാര ചിട്ടകളിലുണ്ട്. അതങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതിലെ ഒരു പ്രശ്നം കൂടി ചേർത്ത് വെക്കണമല്ലോ. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു ബോർഡ് പണ്ട് ശിവഗിരി മഠത്തിൻ്റെ ആചാര്യസ്ഥാനം വഹിച്ചിരുന്ന ശിവഗിരി മഠം ആചാര്യസ്ഥാനം വഹിച്ചിരുന്ന തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലുണ്ടായിരുന്നു.
ഗുരുദേവൻ്റെ അവസാനത്തെ ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥൻ്റെ ശ്രമഫലമായിട്ടാണ് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റിയതും എല്ലാവർക്കും അവിടെ പ്രവേശനം ഉണ്ടായത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടാകണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള കാര്യമാണ്. അത് താന്ത്രികമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ തന്ത്രിമാർ അത് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴുകിയല്ല വേണ്ടത്. ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രപ്രവേശന വിളംബരം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി തന്ത്രിമാരുടെ ഉപദേശം സ്വീകരിച്ചിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇന്നത്തെ ഗവൺമെൻറ് പിന്നോക്കക്കാരെ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി നിയോഗിക്കാമെന്നൊരു തീരുമാനമെടുത്തു. അത് തന്ത്രിമാരുടെ തീരുമാനം അനുസരിച്ചല്ല. അതുപോലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ്. ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാം, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ മറ്റുള്ള വിഭാഗങ്ങൾക്കും പ്രവേശനം നൽകണം. ഇത് പൊതുവെ രാജ്യം സ്വീകരിക്കേണ്ട തീരുമാനങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, ഈ ഗുരുവായൂരിലെ അഹിന്ദുക്കളുടെ പ്രവേശനമൊക്കെ നമുക്കറിയാം വിശ്വാസപരമായി ചില പ്രശ്നങ്ങളെ ആ വിശ്വാസികൾ വളരെ വൈകാരികമായി കാണുന്നുണ്ട്. അത് അവരുടെ വികാരവും ഉൾക്കൊള്ളേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. അതല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സർക്കാർ സംവിധാനം അടിച്ചേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ സ്വാമി. അങ്ങനെയായിരുന്നുവെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് അരിയപ്പുറത്ത് പ്രതിഷ്ഠ നടത്താൻ സാധിക്കുമായിരുന്നില്ല. ഗുരുദേവൻ ധൈര്യപൂർവ്വം പ്രതിഷ്ഠ നടത്തിയതിനെ തുടർന്ന് അന്നതിനെ എതിർപ്പുകളൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഗുരു ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി കേരളത്തിൻ്റെ നാനാഭാഗത്തിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ആ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് മതപരമായിട്ടുള്ള പരിഷ്കൃതി രാജ്യത്തിനുണ്ടായത്. അപ്പോൾ അതുപോലെ ചില തീരുമാനങ്ങൾ നമ്മൾ ധൈര്യപൂർവ്വം സ്വീകരിക്കേണ്ടതായി വരും. ഈ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമാണ് കരിമരുന്നും കരിവീരന്മാരെയും ഒക്കെ ഉപേക്ഷിക്കണം ക്ഷേത്രങ്ങളിൽ എന്നുള്ളത്. ഇപ്പോൾ SNDPയുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈഴവ എത്ര ക്ഷേത്രങ്ങളിൽ അത്തരം സംഗതികൾ ഇതുവരെ നടപ്പിലാക്കാനായിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള തീരുമാനം 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞു. അടുത്ത കാലത്ത് ഞാനതിനെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഏതായാലും കേരളത്തിൽ ഇപ്പം നിരവധി ക്ഷേത്രങ്ങളിൽ ആനയും വെടിക്കെട്ടും വേണ്ട എന്ന് തീരുമാനിച്ചു. ആനയ്ക്ക് പകരം രഥം മതി എന്ന് തീരുമാനിച്ചു. വെടിക്കെട്ടിന് പകരം വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് ആ പൈസ കൊണ്ട് വീട് വെച്ച് കൊടുത്ത ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആനയും വെടിക്കെട്ടും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ അടുത്ത കാലത്ത് മുന്നോട്ട് വന്നു. അപ്പം അവിടെയും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് സ്വാമി പറയുന്നത്. ശ്രീ രാഹുൽ